നമസ്കാരം. ഞങ്ങളിപ്പോൾ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. കന്യാകുമാരിയിലെ കാഴ്ചകളും ചരിത്രത്തിലേക്കും ഒന്ന് എത്തി നോക്കാം. തിരുവനന്തപുരം നഗരത്തിലൂടെ കന്യാകുമാരി ലക്ഷ്യമാക്കി കാർ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു. മേഘങ്ങൾ സൂര്യനെ മറച്ചതിനാൽ സൂര്യോദയം കാണുവാൻ സാധിച്ചില്ല. മൂന്ന് കടലിന്റെ സംഗമസ്ഥാനം. ദൂരെ വാച്ച് ടവർ കാണാം. പാറക്കെട്ടിന് മുകളിൽ കടലിന്റെ ഭംഗി ആസ്വദിക്കുന്നവർ. രാവിലെ തന്നെ സാമാന്യം തിരക്കുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് കന്യാകുമാരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് ഓഫ് കൊമറിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിനോദസഞ്ചാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഈ പട്ടണത്തിൽ മനോഹരമായ കടൽ തീരവും ബാലാംബിക ക്ഷേത്രവും വിവേകാനന്ദ പാറയും തിരുവള്ളുവരുടെ പ്രതിമയും ഉണ്ട്. ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ അവതാരമായ കന്യാകുമാരി എന്ന ഭഗവതി പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ ഒരാളാണ് കന്യാകുമാരി. കൊല്ലൂർ മൂകാംബിക, കൊടുങ്ങല്ലൂർ ലോകാംബിക, പാലക്കാട് ഹേമാംബിക തുടങ്ങിയവരാണ് മറ്റു 3 പേർ. കന്യാകുമാരിയും പരമശിവനുമായുള്ള വിവാഹം തടസ്സപ്പെട്ടെന്നും വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും മറ്റ് ധാന്യങ്ങളും പാചകം ചെയ്യാനാകാതെ പോയെന്നുമാണ് ഐതിഹ്യം. അവിവാഹിതയായി തുടരുന്ന കന്യാകുമാരി ദേവി സന്ദർശകരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ദർശനം നടത്തിയാൽ അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും ഉത്തമ ദാമ്പത്യം ലഭിക്കുമെന്നും സങ്കല്പമുണ്ട്. പത്മനാഭപുരം അടിസ്ഥാനമായ വേണാടിന്റെ ഭാഗവുമായിരുന്നു ഇത്. 1947 വരെ കന്യാകുമാരി തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. 1947 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും രാജഭരണം അവസാനിക്കുകയും ചെയ്തു. 1956 ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. കന്യാകുമാരിയെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റി. ഇവിടുള്ള സൂര്യ ഉദയ അസ്തമയ കാഴ്ചകൾ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അവസാനിക്കുന്നത് കന്യാകുമാരിയിലാണ്. 59 നഗരപഞ്ചായത്തുകളും 99 ഗ്രാമപഞ്ചായത്തുകളും കന്യാകുമാരി ജില്ലയിലാണ്. നാഗർകോവിൽ നഗരമാണ് ജില്ലയുടെ ഭരണസിരാകേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനമാണിത്.
നൂറ്റാണ്ടുകളായി അധ്യാത്മ കേന്ദ്രവും കലാകേന്ദ്രവുമാണ് കന്യാകുമാരി. വ്യാപാര കേന്ദ്രവുമായിരുന്നു. ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഇത് ഗാന്ധി മണ്ഡപമാണ്. ഭാരതാംബയോടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു.